ഈ സുരേഷ് ഗോപി പറഞ്ഞത് ഗുരുവന്ദനം നടത്താൻ വേണ്ടി എനിക്ക് ജില്ലാ കമ്മിറ്റി നൽകിയിട്ടുള്ള പട്ടിക അനുസരിച്ച് ഞാൻ പോകാൻ തീരുമാനിച്ചു. ഗോപി ആശാൻ്റെ കാര്യത്തിൽ ഇനിയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ തയ്യാറാണ് എന്നൊക്കെയാണ്. പക്ഷേ സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ വേണ്ട എന്ന് കലാമണ്ഡലം ഗോപി ആശാന് പറയേണ്ടി വന്ന സാഹചര്യം അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയുടെ വിശ്വാസ്യതയെ, ബി ജെ പിയുടെ നിലപാടുകളെ, ബി ജെ പിയുടെ തന്ത്രങ്ങളെ ഇതൊക്കെ എക്സ്പോസ് ചെയ്യുന്നതാണ് എന്ന് ശ്രീ റഹീം പറഞ്ഞു. എങ്ങനെ കാണുന്നു താങ്കൾ? സമൂഹത്തിൽ ഒരു മര്യാദയുണ്ട്, മര്യാദ കേടുമുണ്ട്. ഈ റഹീമിനൊക്കെ നാണം കെട്ട സമീപനമാണല്ലോ. ഇത്ര തരം താഴ്ന്നു പോയല്ലോ റഹീം തരം താഴ്ന്നു പോയതിൽ എനിക്ക് കുഴപ്പമില്ല. ഇപ്പോൾ മിസ്റ്റർ ഗോപി, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതാണ്, ഗോപി ഇങ്ങനെ തരം താഴ്ന്നു പോകാൻ പാടില്ല. സുരേഷ് ഗോപി പറഞ്ഞോ ജില്ലാ കമ്മിറ്റി ഗോപി ആശാനെ കാണാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് കൊടുത്തു, അതനുസരിച്ച് കാണാൻ വേണ്ടി ശ്രമിച്ചു എന്ന് സുരേഷ് ഗോപി പറഞ്ഞോ? നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? സുരേഷ് ഗോപി പറഞ്ഞു ഗോപി ആശാൻ എന്നല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെ കാണാനുള്ള പട്ടിക കൊടുത്തത് ജില്ലാ കമ്മിറ്റിയാണ്, ജില്ലാ നേതൃത്വമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. താങ്കൾക്ക് അത് കേൾക്കണോ? ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറയുമ്പോൾ ഇടയിൽ പറയരുത്. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ സംസാരിക്കും. അല്ലല്ല, ഇടയിൽ പറയുന്നത് താങ്കൾ ഞാൻ അവതരിപ്പിച്ച ഒരു കാര്യത്തിൽ അവാസ്തവമുണ്ടെന്നും ഞാൻ പറയുന്ന കാര്യങ്ങളെ താങ്കൾ ആ നിലയ്ക്ക് ചോദ്യം ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ താങ്കൾ അനാവശ്യമായി ഇടപെട്ടതല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. താങ്കൾക്ക് അത് കേൾക്കണമോ? താങ്കൾക്ക് എൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ കേൾപ്പിച്ചോളൂ, അത് കേൾക്കണം. ഞാൻ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നും കൂടി താങ്കൾ മനസ്സിലാക്കുക. എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ജില്ലാ ഘടകമാണ്. ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും അതുപോലെ ചുമതലപ്പെട്ടവരുമാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? ഒന്നാമത്തെ കാര്യം, സുരേഷ് ഗോപി നേരിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല, നമ്പർ 1. നമ്പർ 2, സുരേഷ് ഗോപിക്ക് ജില്ലാ ഘടകം ഗോപി ആശാനെ കാണാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു, അല്ലെങ്കിൽ എനിക്ക് തന്ന ലിസ്റ്റിൽ ഗോപി ആശാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ കേൾപ്പിച്ചോളൂ. ഗോപി ആശാനെ ഞാനും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് പട്ടിക അനുസരിച്ചിട്ടാണ് പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നത് എന്ന്. ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്? ഗോപി ആശാനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നപ്പോഴാണ് പറഞ്ഞത്. ഗോപി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ഈ തൃശ്ശൂർക്കാരനാണ്. ഈ ഗോപി ആശാന്റെ വീട്ടിൽ സ്ഥിരം പോകുന്ന ആളാണ് ഞാൻ. ഈ ഏറ്റവും അവസാനം അയോധ്യയുടെ വിഷയം ഉണ്ടായ സമയത്ത് അയോധ്യയുമായി ബന്ധപ്പെട്ട് ആ അയോധ്യയിൽ നിന്ന് കിട്ടുന്ന ആ പ്രസാദവുമായിട്ട് ഞാനാണ് പോയ ഗോപി ആശാൻ്റെ വീട്ടിൽ. 3 മാസം മുമ്പ് ഗോപി ആശാൻ്റെ വീട്ടിൽ ഞാനും ഗുഡ് നൈറ്റ് രാജുവും അതുപോലെ അനിൽകുമാറുമായിട്ട് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയാണ് അനിൽ. ഞങ്ങളൊക്കെ ഗോപി ആശാനുമായിട്ട് നല്ല ബന്ധമാണ്. കഴിഞ്ഞ വിഷുവിന് ഗോപി ആശാൻ്റെ വീട്ടിലേക്ക് സുരേഷ് ഗോപി പോയതാണ്. അദ്ദേഹം ഒരു കലാകാരനാണ്. ഈ ഗോപി ആശാനെ കാണാൻ ബി ജെ പിയുടെ ലിസ്റ്റിലോ സുരേഷ് ഗോപിയോ തീരുമാനിച്ചിട്ടില്ല. ഗോപി ആശാനെ കാണണമെങ്കിൽ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു പോകില്ലേ. ഒന്നാമത്തെ കാര്യം, ഗോപി ആശാൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലല്ല, അദ്ദേഹം വേറൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. ഞങ്ങൾ അതേപോലെയുള്ള ആരെയും, ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറയും, എനിക്ക് വളരെ വിഷമമുണ്ട് നിങ്ങൾ ഈ പറയുന്നത്. അതിന് ആദ്യത്തെ പോയിന്റിലേക്കാണ് പറയുന്നത്. ബി ജെ പി അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ബി ജെ പിയുടെ ഒരാൾ പോലും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. ബി ജെ പിയുടെ ചുമതലപ്പെട്ട, നിങ്ങളെന്താ വിചാരിച്ചത്? സുരേഷ് ഗോപി ആശാനെ കാണാൻ വേണ്ടി ഒരു തീരുമാനമെടുത്താൽ ഞങ്ങൾ ചുമതലപ്പെട്ട ആളുകൾ ഈ തൃശ്ശൂരിലില്ലേ, ഞങ്ങൾ ഏതെങ്കിലും ഒരാൾ വിളിക്കില്ലേ? എന്താ ഗോപി ആശാൻ്റെ വീട്ടിൽ ഞങ്ങൾ പോകാത്ത? ഗോപി ആശാൻ്റെ വീട്ടിൽ ഞാൻ വേണം നിങ്ങൾക്ക് ഇട്ടുതരാം. എൻ്റെ കയ്യിൽ ഗോപി ആശാനും ഞാനും തമ്മിൽ ഈ കഴിഞ്ഞ ആഴ്ചയും അതേപോലെ കഴിഞ്ഞ ഈ അയോധ്യയുടെ ജനുവരി 22-ൻ്റെ പ്രസാദവുമായിട്ട് ഞാൻ പോയതിൻ്റെ ഫോട്ടോ അടക്കം ഞാൻ ഇട്ടുതരാം. ഗോപി ആശാൻ എത്രയൊക്കെ കാര്യങ്ങളിൽ ഞങ്ങളുമായി ഇടപെടുന്നുള്ള ഇട്ടുതരാം. ഗോപി ആശാൻ്റെ വീട്ടിൽ സുരേഷ് ഗോപി പോകാൻ ഏതോ ഒരാളെ വിളിച്ചു ഞങ്ങൾ വിടണോ? ആരാ ആള്? നിങ്ങൾ ആ ആളുടെ, നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട ചാനലല്ലേ, നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനമല്ലേ താങ്കൾ? ആരാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ആരാ വിളിച്ചത്? നിങ്ങൾ പോയി അന്വേഷിക്കേ. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ ചുമതലപ്പെട്ടയാളോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ PA അതല്ലെങ്കിൽ സുരേഷ് ഗോപിയോ ഈ ഗോപി ആശാനെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചോ? നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ? ഞങ്ങളാണോ? നിങ്ങളല്ലേ അന്വേഷിക്കേണ്ടത്? ഞങ്ങളാണോ അന്വേഷിക്കേണ്ടത്? നിങ്ങളല്ലേ അന്വേഷിക്കേണ്ടത് ആരാണ് വിളിച്ചത്? പാർട്ടിയെ ഇങ്ങനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ആരാണ് ഇടപെട്ടെന്ന് ഞാനാണ് അന്വേഷിക്കേണ്ടത്? നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്. ഞങ്ങൾക്ക് മുന്നിൽ കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ താങ്കൾ പറയണ മകൻ പറഞ്ഞത് നുണയാണെന്ന്.
കലാമണ്ഡലം ഞാൻ ഗോപി ആശാൻ പറഞ്ഞ- ആ നുണ ഞാൻ തിരുത്തണമെന്ന്? ഞാൻ പറഞ്ഞോട്ടെ, ഞാനല്ല അന്വേഷിക്കേണ്ടത് കലാമണ്ഡലം- കേട്ടോ, നിങ്ങളാണ് ഞാൻ പറഞ്ഞോട്ടെ. അന്വേഷിക്കേണ്ടത്. കലാമണ്ഡലം ഗോപി ആശാൻ ഞങ്ങൾ അന്വേഷിക്കാൻ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളെ അറിയില്ലെന്ന്. ആരാണെന്നുള്ളത് വെരിഫൈ അന്വേഷിക്കൂ ശ്രീ ബി ഗോപാലകൃഷ്ണൻ. ബി ജെ പിയുടെ ജില്ലാ ഘടകത്തോട് പറയൂ, താങ്കൾ തൃശൂർക്കാരനാണല്ലോ, താങ്കൾ പറയൂ സമൂഹത്തോട്, ഈ ഡോക്ടറാണ് പോയി പറഞ്ഞത്, ഞങ്ങൾക്ക് ബന്ധമില്ല. പിന്നെ താങ്കൾ പറഞ്ഞു സുരേഷ് ഗോപി ഇതിനകത്ത് പോയിട്ടുണ്ട്, സുരേഷ് ഗോപി ഇടപെടണം, ജില്ലാ നേതൃത്വം ഇടപെട്ടാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ എന്താണ് പറഞ്ഞത്? സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ എനിക്ക് വേണ്ട എന്ന് കലാമണ്ഡലം ഗോപി ആശാന് പറയാനുണ്ടായ സാഹചര്യം ആരുണ്ടാക്കിയതാണെന്ന് നിങ്ങൾ അന്വേഷിക്കൂ, ബി ജെ പി അന്വേഷിക്കൂ, എന്നിട്ട് പറയൂ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി. മര്യാദകേട് പറയുന്നത് എന്ത് മര്യാദകേട്? ഞങ്ങൾക്ക് പറയാൻ ഒരു കാരണമുണ്ട്. കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ പബ്ലിക് പോസ്റ്റ് ഇട്ടതാണ് ഈ കാര്യങ്ങൾ. ഞങ്ങൾക്ക് പറയാൻ അധികാരമുണ്ട്. ഒരു മിനിറ്റ്, നിങ്ങൾ എന്നെ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അല്ലല്ല, ഞാൻ പ്രസംഗിക്കില്ല. താങ്കൾ പറയുന്നത് താങ്കൾ എന്നോട് അന്വേഷിക്കാൻ പറയുമ്പോൾ എനിക്ക് തിരിച്ച് കാര്യങ്ങൾ പറയണ്ടേ? വൺ വേ മാത്രം മതിയോ? നിങ്ങൾ എന്ത് പറയണമെന്ന്? ഗോപിയാശാന്റെ മകനെ ആരെ വിളിച്ചെന്നുള്ളത് ഗോപിയാശാന്റെ മകനല്ലേ പറയണ്ടേ? ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുമോ? അല്ല, അദ്ദേഹത്തിന് പരിമിതികൾ കാണും. ഞങ്ങൾക്കറിയോ? അല്ല, ഏതോ ഒരുത്തം വിളിച്ചു എന്ത് പരിമിതി ഉണ്ട്? കാരണം അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടറാണ്. ഒരു പക്ഷേ പേര് പറയാൻ മടിയുണ്ടാകും. ഒരു മര്യാദകേട് പറയല്ലോ നിങ്ങൾ. ഞാൻ എന്ത് പേര് പറയാം? അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോഴും ആ പോസ്റ്റ് വായിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് താങ്കൾ ഈ പറയുന്നത്. താങ്കൾ ഇപ്പോഴും വായിച്ചിട്ടില്ല, അതാണ് കുഴപ്പം. ആ പോസ്റ്റിന്റെ ഉള്ളിൽ പറയുന്നുണ്ട് ഡോക്ടർ മോഹൻദാസ്. നിങ്ങൾ വായിക്കേ, ഡോക്ടർ മോഹൻദാസ്. ആരാ ഈ ഡോക്ടർ മോഹൻദാസ്? ഞങ്ങൾക്ക് ഡോക്ടർ മോഹൻദാസ് വേണോ? ആരാ ഈ ഡോക്ടർ മോഹൻദാസ് എന്ന് പറയേ? എനിക്കറിയില്ല. അതിനകത്ത് രഘു എന്ന് പറഞ്ഞ ആൾ എഴുതിയിട്ടിരിക്കുകയാണ് ഡോക്ടർ മോഹൻദാസ്. ആരേ ഡോക്ടർ മോഹൻദാസ്? വായിച്ചിട്ടില്ല എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ വലിച്ചിഴക്കിയപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഇത് ആരാണ് പ്രതിരോധത്തിലായത്? ഞങ്ങളാണോ? താങ്കൾ പറയുന്നത് ഗോപി ആശാനുമായി താങ്കൾക്ക് അടുത്ത ബന്ധമുണ്ട്, വ്യക്തിപരമായ ബന്ധമുണ്ട് എന്നല്ലേ താങ്കൾ പറഞ്ഞത്? താങ്കൾ അന്വേഷിച്ച് ബി ജെ പി ജില്ലാ ഘടകം പറയൂ ഇന്ന ആളാണ്, ഞങ്ങൾക്ക് വേണ്ടി അല്ല പുള്ളി സംസാരിച്ചിട്ടുള്ളതെന്ന്. അല്ലാതെ പത്മഭൂഷണൊക്കെ കിട്ടണ്ടേ എന്ന് ഈ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞ് അതിനോട് കൂട്ടിവെച്ച് പറയുമ്പോൾ ബി ജെ പി ആണ് പ്രതിരോധത്തിലായിരിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് അത് തെളിയിക്കേണ്ടത്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മിസ്റ്റർ നിങ്ങൾ, ഞാൻ കുറച്ചുകൂടി ഒരു മര്യാദയുള്ള ആളാണ് താങ്കൾ എന്ന് വിചാരിച്ചേ. ഈ രഘു എന്ന് പറഞ്ഞ ആളെ നേരിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരാൾ വിളിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ CPM-ന്റെ ആസൂത്രിതമായ പരിപാടിയായിരിക്കും. കാരണം ആ പോസ്റ്റിന് ഏറ്റവും അവസാനം എന്താ എഴുതിയിരിക്കുന്നത്? കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഈ വീട്ടിലേക്ക് വരണ്ട. അതിനർത്ഥം എന്താ? കോൺഗ്രസ്സുകാരും BJP-ക്കാരും വരണ്ടെന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും വന്നോളാനല്ലേ? ഇയാൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ കമ്മിറ്റി മെമ്പറാണെന്ന് പറയുന്നു. എനിക്കറിയില്ല. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആസൂത്രണമായിരിക്കാം ഇത്. ഞങ്ങളുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരാൾ വിളിച്ചാൽ ഞങ്ങൾ അതിന്റെ പിന്നാലെ നടക്കാൻ പറ്റുമോ? അയാൾ പറയുന്നു ഡോക്ടർ മോഹൻദാസ്. ഈ ഡോക്ടർ മോഹൻദാസ് എന്ന് പറഞ്ഞ ഒരാൾ ഈ ഡോക്ടർ മോഹൻദാസ് എന്നുള്ള പേര് ഞാൻ വായിച്ച പോസ്റ്റിൽ കണ്ടിട്ടില്ല. താങ്കൾ വായിച്ച പോസ്റ്റിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഡോക്ടറുടെ പേര് വായിച്ചിട്ടില്ല. അപ്പൊ താങ്കൾ വായിച്ച പോസ്റ്റ് ഒന്ന് താങ്കൾ ഒന്ന് വായിച്ചു തന്നാൽ. ഞാൻ വായിച്ച പോസ്റ്റിൽ അത് കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് ഈ പ്രശ്നം. CPM-ന്റെ ഭാഗമാണ്. അതാണ്. ഞാൻ ഒരു മിനിറ്റ്, ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒളിച്ചു കളിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല. ഏതോ ഡോക്ടർ മോഹൻദാസ് വിളിച്ചു, ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചത്. അതൊക്കെ ഉണ്ട് അതിനകത്ത്. ഞാൻ വായിക്കാം. ഒരു സെക്കൻഡ്. പോസ്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഓൺ എയറിൽ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. നോക്ക്, നിങ്ങളോട് ബഹുമാനം. ഞാൻ വായിക്കല്ലേ. അത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അത് താൽക്കാലിക ലാഭത്തിന് അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ്. നിങ്ങളോടുള്ള ബഹുമാനം മുതലാകാൻ നോക്കരുത്. പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന്. അച്ഛന് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇതിലെ ആദ്യത്തേത് പ്രശസ്തനായ ഡോക്ടർ മോഹൻദാസ് എന്ന് എഴുതിയിരുന്നു. രണ്ടാമത് മാറ്റി എഴുതിയിരുന്നു. ഞാൻ കണ്ട പോസ്റ്റിൽ എവിടെയും ഡോക്ടർ മോഹൻദാസ് എന്ന് ഞാൻ കണ്ടിട്ടില്ല. താങ്കളൊന്ന് കാണിച്ചു തന്നാൽ നന്നായിരുന്നു. അതെ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നമ്മളിങ്ങനെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്തിനാണ് ഈ ചർച്ചയിൽ അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം? ഇതൊക്കെ പ്രേക്ഷകരുടെ മുന്നിൽ ഇതൊരു സമൂഹ മാധ്യമത്തിൽ നിൽക്കുന്ന കാര്യമാണ്. പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, സുരേഷ് ഗോപി അനുഗ്രഹിക്കണം എന്ന്. അച്ഛൻ മറത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ സാറെ വിളിച്ചു പറഞ്ഞു, എന്നോട് നിങ്ങൾ ആരാ പറയാൻ, അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഡോക്ടർ ആരാണെന്ന് ശ്രീ ബി ഗോപാലകൃഷ്ണൻ BJP-യുടെ ജില്ലാ ഘടകത്തോട് കണ്ടുപിടിച്ച് പറയാൻ പറയും.
ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ, ഇങ്ങനെ മോഹൻദാസ് പറയണം. ഏതെങ്കിലും പറഞ്ഞല്ലോ ഒരാൾ അദ്ദേഹം. വിളിക്കും. ഇത് ഡോക്ടറുടെ പേര് ബി. ഗോപാലകൃഷ്ണൻ വെളിപ്പെടുത്തി. ഞാൻ വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞങ്ങൾക്കറിയാവുന്ന കൃത്യമായിട്ട് ഞങ്ങൾക്ക് പേര് അറിയില്ലായിരുന്നു. ഇപ്പൊ താങ്കൾ പേര് പറഞ്ഞു ഡോക്ടർ മോഹൻദാസ് ആണെന്ന്. ഞങ്ങൾക്കറിയില്ല, ഈ പോസ്റ്റിൽ എവിടെയും ഇല്ല. അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ജനം കേട്ടു. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊരു കാര്യം ആദ്യം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കുക. 3 പ്രാവശ്യം എഡിറ്റ് ചെയ്തതാണ് ഈ ഫേസ്ബുക്ക്. ആദ്യം തൊട്ട് തുടക്കം മുതൽ അപാകത മനസ്സിലാക്കിയിട്ട് അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ 3 പ്രാവശ്യം എഡിറ്റ് ചെയ്തതാണിത്. ഇനി എൻ്റെ ചോദ്യം, ആരെങ്കിലും ഒരാൾ അയാളുടെ മകനെ വിളിച്ചാൽ ഞങ്ങൾ അന്വേഷിക്കണോ? ഞങ്ങൾ കാറ്റഗറിക്കലായിട്ട് പറയുന്നു, ഞങ്ങൾക്കൊരു ഡോക്ടറെയും ഒരു ഏജന്റിനെയും ഞങ്ങൾക്ക് വെക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാം ഗോപി ആശാന്റെ വീട്ടിൽ പോകാനും അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ അനുഗ്രഹം തേടാനുമുള്ള അവകാശവും ഉണ്ട്. ശ്രീ പി. ഗോപാലകൃഷ്ണൻ, അതിൽ ആർക്കാണ് ഇവിടെ തർക്കം? ഗോപി ആശാനെ പോലെ ഒരാൾ ഈ സമൂഹത്തിലെ നമ്മുടെ പൊതു സ്വത്താണ്. താങ്കൾ പറഞ്ഞതുപോലെ ആർക്കും അദ്ദേഹത്തെ പോയി കാണാം. അദ്ദേഹം അനുവാദം നൽകുന്നിടത്തോളം കാലം ആർക്കും അദ്ദേഹത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കാം. പക്ഷേ സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചാൽ പത്മഭൂഷൺ കിട്ടും എന്നൊരു ഉപാധി വെച്ചുകൊണ്ട് ഇടനിലക്കാരനായ ഒരു ഡോക്ടറെ സംസാരിച്ചിട്ട് ഏതോ ഒരാൾ സംസാരിച്ചു, അതൊന്നും ഞങ്ങൾക്ക് തെളിയിക്കേണ്ട കാര്യമില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബി.ജെ.പിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ താങ്കൾ, തൃശൂർക്കാരനായ താങ്കൾ ഇവിടെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. താങ്കൾ നേരത്തെ പറഞ്ഞു എന്നോട് അന്വേഷിക്കാൻ, ഇപ്പോൾ താങ്കൾ പറയുന്നു അന്വേഷിക്കേണ്ട പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് പറയുന്നു. ഏതായാലും പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ചോ ഞാൻ കാറ്റഗറിക്കലായിട്ടൊരു കാര്യം പറയുന്നു. ഞങ്ങളാരും ഇത് അറിയില്ല, ഞങ്ങളാർക്കും പോയിട്ടില്ല, ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ട ആളല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ ഒരു ഡോക്ടറെയും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരാജയ ഭൂതിയിലുള്ള പുതിയ സാധനമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസും ബി.ജെ.പിയും വരണ്ട എന്ന് പറഞ്ഞത്. ശരി, ഞാൻ ഇനി വരാം. നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ചർച്ച.